ഇനി ആരെങ്കിലും ചൈന വിസിറ്റിനോ അല്ലെങ്കിൽ കാൻഡൻ ഫെയറിനോ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഫോക്സ്റ്റൈലിനെയാണ്. ഓക്കെ, നിങ്ങൾക്ക് വിശ്വസിച്ച് അവരെ കൂടെ വരാം. ഫോക്സ്റ്റൈലിൽ വന്നത് ഒന്നുമില്ല, ചേട്ടൻ ഏതോ ഒരു ഇൻസ്റ്റാഗ്രാമിലോ ഏതൊരു ഒരു സാധനത്തിൽ കണ്ടിട്ട് എനിക്ക് അയച്ചതിൻ്റെ കൂടെ നിങ്ങൾ ചെക്ക് ചെയ്ത് തന്നത്. ഞാൻ കോൺടാക്ട് ചെയ്തിട്ടും ഞാൻ 2-3 പേരെ കോൺടാക്ട് ചെയ്തിരുന്നു. അതിൽ ഏറ്റവും എളുപ്പമായിട്ട് എനിക്ക് റിപ്ലൈ തന്ന ഒരു വ്യക്തി പുള്ളി മാത്രമായിരുന്നു. പിന്നെ ഞാനേ കുറച്ച് ഡിലേ ആയിരുന്നു. അതിനകത്ത് ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ എപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് ആ സമയത്തൊക്കെ എനിക്ക് കൃത്യമായിട്ടുള്ള റിപ്ലൈ കിട്ടിയിരുന്നു. അതാണ് ഞാനൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കണ്ടത്. നമ്മൾ എപ്പോഴും ചോദിക്കുമ്പോഴും കാര്യങ്ങൾ കൃത്യമായിട്ട് ഉത്തരമുണ്ട്. പിന്നെ പറ്റൂല എന്ന് പറയുന്ന കാര്യങ്ങൾ പറ്റൂല എന്ന് തന്നെ തുറന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഏട്ടൻ്റെ മോന് വരാൻ വേണ്ടിയുള്ള കാര്യം ചോദിച്ചപ്പോൾ വേറെ ആൾ പറഞ്ഞത് അതൊക്കെ ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല വന്നോ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ പുള്ളി രണ്ടോടെയും പറഞ്ഞു പറ്റില്ല, വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി അന്വേഷിച്ചോട്ടെ. അവരെ പിറ്റേഴ്സ് അന്വേഷിക്കുന്നതിനോട് പിന്നെയും പറഞ്ഞത് പറ്റില്ല, ഇനി നിങ്ങൾ വേറെ നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ചെയ്തോ, കുഴപ്പമില്ല എന്നും പറഞ്ഞു. ഞാൻ പിന്നെ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല. നമ്മൾ പറഞ്ഞു നമുക്ക് എന്തായാലും നമുക്ക് ഇപ്രാവശ്യം ഇങ്ങനെ പോകാൻ പ്രാവശ്യം മനയും കൂട്ടി വരാമെന്ന് ചെയ്തു. നമ്മൾ കാൻഡൻ ഫെയർ പ്ലാൻ ചെയ്തപ്പോൾ നമ്മൾ ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മൾ ട്രൈ ചെയ്ത കൂടാതെ നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഏതോ ഒരു സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ ആദ്യമായിട്ട് ഫോക്സ്റ്റൈലിനെ കുറിച്ച് അറിയുന്നത്. പറഞ്ഞപ്പോൾ ഞാൻ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തു. ഫോക്സ്റ്റൈൽ കൂടാതെ വേറെ ആൾക്കാരെയും ഞാൻ ട്രൈ ചെയ്തിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഫോക്സ്റ്റൈലിനെ ട്രൈ ചെയ്തു. അപ്പം അതിലേറ്റവും കൂടുതൽ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്തത് ഫോക്സ്റ്റൈലായിരുന്നു. അപ്പം റെസ്പോൺസ് കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ട് അവരെ ചൂസ് ചെയ്തു. അപ്പം കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞങ്ങൾ 3 പേരായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. ഞാനും ചേട്ടൻ്റെ മോനുമായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഇത് പറഞ്ഞപ്പോഴും മോന് വരാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. വിസയുടെ ഒരു ഇഷ്യൂ പറഞ്ഞപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് വരാൻ പറ്റില്ല എന്നുള്ളത് തന്നെ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിന് കുറച്ച് കൺസേൺ ആയിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ വേറെ ടീമിനെ ട്രൈ ചെയ്തു. അവർ കൊണ്ടുപോകാമെന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ആർക്കും പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് വന്നത്. അപ്പോൾ ഫോക്സ്റ്റൈൽ അത് തുറന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് എന്തോ ഒരു ജെനുവിനിറ്റി ഫീൽ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് ഇവരെ പ്രിഫർ ചെയ്യാൻ തന്നെ കാരണം. രണ്ടാമത്തെ ടൂർ ഓപ്പറേറ്റർ അല്ല ഇവർ എന്നുള്ളതും കൂടി ഒരു റീസണായിട്ട് നമ്മൾ കണ്ടിരുന്നു. ഇവരെ ചൂസ് ചെയ്യാനുള്ളൊരു മെയിൻ ഒരു റീസണായിട്ട് കണ്ടിരുന്നു. നമുക്കൊരു സാധനം സെലക്ട് ചെയ്യാൻ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇവർ ത്രൂ തന്നെ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. ഇതായിരുന്നു ഫോക്സ്റ്റൈലിനെ സെലക്ട് ചെയ്യാനുള്ളൊരു മെയിനായിട്ടൊരു കാരണം. അടുത്ത എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ എയർപോർട്ടിൽ വന്നത് മുതൽ നമുക്ക് കിട്ടിയ സപ്പോർട്ട് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. ഒന്നാമത് നമ്മൾ എയർപോർട്ടിൽ നമ്മൾ റിസീവ് ചെയ്ത കാര്യമായി കഴിഞ്ഞാലും അത് കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിലെത്തിയപ്പോൾ തന്നെ നമ്മൾ ഹോട്ടലിൻ്റെ അറ്റ്മോസ്ഫിയറും ആ ഒരു എന്താ പറയുക അത്രയും നല്ല ഹോട്ടലായിരുന്നു നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നത്. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഹോട്ടൽ തന്നെ പറയാം. ഞാനും എൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു. നമുക്ക് അത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല ഹോട്ടലിൽ. പക്ഷേ എങ്കിലും അത്രയും നല്ല ഫെസിലിറ്റിയുള്ള ഹോട്ടലാണ് നമുക്ക് തന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഓരോ ദിവസവും കാൻഡൻ ഫെയറിലേക്ക് പോകുമ്പോഴായി കഴിഞ്ഞാലും പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന കാര്യത്തിലായാലും ഏത് സമയത്തും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ പത്മാവർ നമ്മളെ കൂടെ തന്നെ എന്നും നമ്മൾ ഒരു വിളിപ്പാടകലെ എന്നൊക്കെ പറയുന്നത് പോലെ വിളിച്ചാൽ ഓൺ ദ സ്പോട്ടിൽ നമ്മളെ മുന്നിലുണ്ടാവും ആൾ. അപ്പോൾ ഈവൻ എന്ത് കാര്യത്തിനായാലും നമ്മൾ പേഴ്സണൽ കാര്യങ്ങളായി കഴിഞ്ഞാലും ഇനി അതെല്ലാം ഒഫീഷ്യൽ കാര്യമായി കഴിഞ്ഞാലും സ്പോട്ടിൽ ആൻസർ കിട്ടും. ഇനി അല്ലെങ്കിൽ ആൾ ഓടി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഒരു വഴിക്ക് പോവുകയാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ഒരു എക്സ്കർഷനൊക്കെ പോകുന്ന സമയത്ത് ഒരു സാറ് കുട്ടികളെങ്ങനെയാണെന്ന് നോക്കിയിരുന്നത് അതേ ഒരു ഫീലിലായിരുന്നു നമുക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പമായിരുന്നു. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ തനിച്ചൊരു സ്ഥലത്ത് പോകണമെങ്കിൽ പോലും പുള്ളി കറക്റ്റായിട്ടുള്ളൊരു ഗൈഡൻസ് തരികയും നമുക്ക് എവിടെയും വഴിതെറ്റിപ്പോകാത്ത രീതിയിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെ. എല്ലാ ടൂർ ഓപ്പറേറ്ററും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ് നമുക്ക്. അടുത്ത് നമുക്ക് മെയിനായിട്ടുള്ളൊരു കൺസേൺ ആയിരുന്നു നമുക്ക് ഹലാൽ ഫുഡ് കഴിക്കണം. ഞാനൊരു മുസ്ലിമാണ്, അതുകൊണ്ട് തന്നെ ഹലാൽ ഫുഡ് വേണം എന്നുള്ളൊരു കൺസേൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ചെറിയൊരു പ്രശ്നമായിട്ടാണെന്ന് എനിക്ക് തോന്നിയിരുന്നത്. നമ്മൾ വന്നപ്പോൾ നമുക്ക് ഏറ്റവും ഒരു നല്ല കാര്യമായിട്ട് തോന്നിയത് ഹോട്ടലിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിരുന്നത് ഹലാലായിട്ടുള്ള കാര്യങ്ങൾ തന്നെ കിട്ടിയിരുന്നു. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ പല സാധനങ്ങളുണ്ട്. പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഹലാൽ ഫുഡ് കിട്ടുന്നില്ല. കാനഡ ഫെയറിൽ പോയപ്പോൾ ഹലാൽ ഫുഡ് കിട്ടിയിരുന്നു. അല്ലാതെ ചൂസ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എങ്കിലും അതിന് മാക്സിമം നമുക്ക് ഈ ഫോക്സ്റ്റൈലിൻ്റെ ഭാഗത്ത് നമുക്ക് അതിന് സപ്പോർട്ട് കിട്ടിയിരുന്നു. വൃത്തിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചതിൽ കൂടുതൽ ഇവിടെ വൃത്തിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മളെ നാട്ടിലുള്ളത്ര പോലും പൊടിയും കാര്യങ്ങൾ പോലും ഇല്ല. അത്രയും നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മൾ വരുമ്പോൾ ചൈനയെക്കുറിച്ച് ചിന്തിച്ച ചൈനയും
ഞങ്ങളിവിടെ എത്തിയപ്പോൾ കണ്ട ചൈനയും തമ്മിൽ ഒരു വലിയൊരു വ്യത്യാസം തന്നെയാണ്. ഞങ്ങളവിടെ നിന്ന് വരും പ്രൊഡക്ഷൻ യൂണിറ്റുകളൊക്കെ ഒരു കുടിൽ വ്യവസായം എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ ഇവിടുത്തെ കമ്പനികളും ഇവിടെയുള്ള പല സംഭവങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളൊരു 50 വർഷം പുറകിലാണുള്ളത് ഇപ്പോഴൊന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത്.